സാറ് പറഞ്ഞ പോലെ നല്ലൊരു അയൺ ലേഡിയായി മാറാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പം അത് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പം നെറ്റ്വർക്കിനെ കുറിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കമ്പനിയിൽ ഞാൻ ഐഡിയ അടിച്ചിട്ടുണ്ട്. ആക്റ്റീവായിട്ട് ഒരു വർക്കും അങ്ങനെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. അത് ചെയ്തത് വെച്ചാൽ മോഡി കേരളമാണ് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബ്ലൂ ലൈഫിന്റെ പ്ലാൻ കേട്ടപ്പോൾ എനിക്കത് നന്നായിട്ട് ബോധിച്ചു. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരുപാട് കമ്പനികൾക്കാർ വന്നു അത് ഇതെന്ന് പറഞ്ഞിട്ടായിട്ടും ഫണ്ടിന്റെ കമ്പനികളായിട്ടും. പിന്നെ ഞാൻ ഇനിയൊന്നും ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താ വെച്ചാൽ ഫണ്ട് 3 കമ്പനികളിലാണ് ഫണ്ട് കമ്പനികളിൽ ഞാൻ കുടുങ്ങിയിട്ട് അതിന്റെ ബാധ്യതകൾ ലക്ഷങ്ങളുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പിന്നെ 6 വർഷം മുന്നേ തയ്യൽ കട ഇട്ടിട്ട് ആ കട ഇനി എവിടെയും പോകില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് എന്നിട്ടും നമ്മളെന്താ വെച്ചാൽ ഫീൽഡിലേക്ക് നടക്കുമ്പോൾ പുറത്ത് നടന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ ഓരോ കമ്പനി വരുമ്പോഴും നമ്മുടെ അടുത്ത് വരും. അങ്ങനെ ഓരോ കമ്പനികളാരും വരും. ചിലപ്പോൾ നമ്മളെ റിലേഷൻ ഉള്ളവരായിരിക്കും, കുടുംബക്കാരായിരിക്കും. അപ്പം നമ്മൾ അവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഐഡിയ അടിക്കും, വർക്ക് സ്റ്റാർട്ട് ചെയ്യില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ ബ്ലൂ ലൈഫ് വന്നിട്ട് ഞാൻ ചെയ്യാൻ കാരണം കമ്പനിയുടെ പ്ലാനാണ്. പിന്നെ നമ്മൾ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്പനിയിൽ വന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾക്ക് ലീഡർക്ക് കഴിവുണ്ടെങ്കിലേ നമ്മളെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പം എനിക്ക് കഴിവുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരുന്നാലും നമുക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കിട്ടിയപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ബ്ലൂ ലൈഫിൽ വന്നിട്ടുള്ളത്. പിന്നെ പ്രോഡക്റ്റ് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഒരുവിധം പ്രോഡക്റ്റുകളൊക്കെ ഞാൻ യൂസ് ചെയ്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അന്ന് മോർണിംഗ് മീറ്റിൽ ഇതേപോലെ ഇടയ്ക്ക് സാറ് കയറിയില്ലായിരുന്നു. പിന്നെ നിർബന്ധമായിട്ട് കയറാൻ പറഞ്ഞപ്പോഴാണ് ആ മോർണിംഗ് മീറ്റിൽ കയറാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാനും പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ നോളേജ് കിട്ടിയത് അവിടെ നിന്നാണ്. കാരണം ഓരോ ദിവസം തരുന്ന ക്ലാസ്സിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോഴൊക്കെ ഇതൊക്കെ ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും മാറാം, മറ്റുള്ളവരെ അസുഖം മാറ്റാം. നല്ലൊരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വർക്കിന്റെ കൂടെ ഞാൻ എങ്ങനെയായാലും എൻ്റെ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ വർക്ക് ചെയ്യില്ല എന്ന് ആദ്യം പറഞ്ഞു. കാരണം ഉപേക്ഷിക്കും, നമുക്ക് ആക്റ്റീവായിട്ടൊരു ഇൻകം നമുക്ക് മാസം വരുമാനം വാങ്ങിയെടുക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് വേറെ വർക്ക് വേണ്ട, ഫുൾ ടൈം ആയിട്ട് നമ്മൾ നിൽക്കും. അപ്പം ഇപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാലും മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിൽ കൂടുതൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുള്ള ടീം സെറ്റ് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്ത് വിജയിക്കും. ഇതേപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാടുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ വലിയായിട്ട് നമുക്ക് നല്ല നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറിന് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പം ആ കഴിവ് പ്രയോജനപ്പെടുത്താൻ നമ്മളെ ബ്ലൂ ലൈഫിലുള്ള നമ്മളെ ഈ ടീം മാത്രമല്ല എല്ലാ ടീമിലേക്ക് അറിയിച്ചിട്ട് എല്ലാവരും, ഞാൻ സാറോട് ചോദിച്ചു എന്താ മറ്റുള്ളവരൊന്നും വരാതെ എന്നുള്ളത്. കാരണം നമ്മളൊരാൾ 2 ആൾ അറിഞ്ഞാൽ പോരാ. അപ്പം നമുക്ക് എന്തെല്ലാം നമ്മളതിൽ കുറവുണ്ടോ ആ കുറവുകളൊക്കെ നികത്തണമെങ്കിൽ ഇതേപോലെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ആ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അത് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടാതിരിക്കുന്നത്. അപ്പം അത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക. അതിന് എൻ്റെ ലീഡറോട് പ്രത്യേകം നന്ദി പറയുന്നത്. ഞാൻ ഇന്ന് വരാൻ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടെ ഞാൻ വരും, വേറെ ആരും വന്നില്ലെങ്കിലും ഞാൻ വരും എന്നുള്ളതിലാണ് വന്നിട്ടുള്ളത്. അത്രയും ദൂരം നിന്ന് വരണ്ടേ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. പക്ഷെ എവിടെ ദൂരെ ആയാലും നമുക്ക് വേണമെന്ന് ആവശ്യക്കാരാണെങ്കിൽ നമ്മൾ എത്ര ദൂരം ആയാലും നമ്മൾ പോയിട്ട് അത് വാങ്ങിയിരിക്കും. എത്രയും പറഞ്ഞുകൊണ്ട് നടത്തും.